ആ നാരായണൻ റെഡ്ഡി ഉണ്ടല്ലോ, അവരുടെ ചേട്ടനെ കൊന്ന പാർട്ടിയിലുണ്ടാവുമോ? നോ. അനന്തരാവകാശം ഞാനുണ്ട്. എന്റെ ചേട്ടന്റെ സിദ്ധാന്തങ്ങൾ മരിച്ചു പോകുമോ? സ്വപ്നങ്ങൾ മരിച്ചു പോകുമോ? എന്റെ പാർട്ടിക്ക് വേണ്ടി ഞാൻ പ്രാണം കൊടുക്കും. ജോണിബായ്, എന്റെ ചേട്ടനെ കൊന്ന വളരെ നന്നായി ജോണിബായ്. ഞാൻ ചെറുപ്പത്തിൽ കണ്ണാടി നോക്കി പ്രതിജ്ഞ ചെയ്യുമായിരുന്നു. തെക്കേടത്ത് വീട്ടിൽ നരേന്ദ്രൻ എന്ന് ഞാൻ രാഷ്ട്രപതി മുമ്പാകെ പ്രതിജ്ഞ ചെയ്യുന്നു. പ്രജകളെ വിൽക്കാമെന്ന്, റിയൽ എസ്റ്റേറ്റ് മാഫിയെ സഹായിക്കാമെന്ന്, ഓൺലി ക്യാഷ് ഡീൽസ് നടത്താമെന്ന്. ആ സ്വപ്നം യാഥാർത്ഥ്യമായി. നീയാണ് അതിന് കാരണം. താങ്ക് യു ജോണിബായ്. ഇലക്ഷൻ എപ്പോഴാ? ഉടനെ നടത്തും. എന്റെ ചേട്ടൻ മരിച്ച ദുഃഖം വോട്ടായി മാറും. ഞാൻ മിനിസ്റ്റർ ആവും. എല്ലാം ശരിയാ. പക്ഷെ ഒരു വിഷമുണ്ട്. ആ കൈലാഷ് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അവൻ ജയിലിലുണ്ട്. അവൻ വെളിയിൽ വന്ന നമ്മൾ രണ്ടുപേരും അകത്താവും. എനിക്കിതിൽ ഡൗട്ടില്ല. ഞാൻ മിനിസ്റ്ററായ നീ മിനിസ്റ്ററായി, ഞാൻ പോയാ നീയും പോയി. നീ പോകാതെ നോക്കൂ ജോണിബായ്, പ്ലീസ്. ഓക്കെ ബൈ. നിങ്ങൾ ഗ്രേറ്റ് ഗുരുജി, നിങ്ങൾ സൂപ്പർ ഗുരുജി. നിങ്ങൾ പറഞ്ഞ പോലെ ഇന്ന് എനിക്കൊരു ചുറ്റിക്കളി വന്ന് വീണു. ഒരു പെണ്ണെന്നെ രക്ഷിച്ചു ഗുരുജി. ആ പെണ്ണെങ്ങനെയുണ്ട്? ഓ, ആ പെണ്ണെന്റെ ഗുരുജി 10.5 മാറ്റാണ് മാറ്റ്. 24 കാരറ്റ് അല്ലേ ഗുരുജി. വലിയ വട്ട കണ്ണ്, തത്തപ്പച്ചുണ്ട്, നല്ല ചോന്ന സാരിയും ചുറ്റി, കയ്യിൽ താലോ എന്തി, കണ്ണി കാണാൻ പറ്റാത്ത ഒട്ടും തൊട്ട് വന്നെന്റെ ഗുരുജി. എന്താടാ നീ എന്താ പറഞ്ഞത്? ഇവൾ ആശ്രമത്തിലെ മാതാവാടാ. കാലം മാപ്പ് ചോദിക്കണം. എടാ, നീ എന്റെ സുകുമാരി അപമാനിക്കുന്നു. എന്റെ വൈഫിന്റെ ഷാഡോ പോലും നിന്റെ മേത്ത് വീണു പോരുത്. പോകത്ത് വേഗം. ക്ഷമിക്കണം ഗുരുജി, ഇനി ഇത് ആവർത്തിച്ചാൽ എന്റെ ശിരസ് കണ്ടിച്ചോളൂ. ഇനി പറയടാ. നിങ്ങൾ പറയൂ ഗുരുജി, ആ പെണ്ണും ഞാനും കൂടി അങ്ങനെ ഇങ്ങനെ വല്ലതും ആകുമോ? ആ പെണ്ണുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ചാവാതെ തീരില്ലടാ. ഇനി ഞാനിപ്പോ എന്ത് ചെയ്യണം ഗുരുജി? ഓക്കേ, വിളിച്ചോണ്ട് പോടാ. ആരെങ്കിലും കാണോ ഗുരുജി? അതിനെന്താ, വഴിയല്ലേ ഉള്ളത്. നീ ഒരു റോക്കറ്റ് എടുത്ത് അന്യഗ്രഹങ്ങളിലൊക്കെ ചുറ്റിക്കറങ്ങി വാ. അങ്ങനെ സ്വർഗത്തിൽ എത്തൂടാ. ഗുരുജി, കാമസൂത്രമുത്തം എവിടെ കിട്ടും? താങ്ക്സ് ഗുരുജി. അലക്ക് ഞാൻ. എന്റെ ജാതകം ഇനി കണ്ടോ? ഇവിടെ ഞാനൊരു ബാങ്ക് ആക്കൂടാ. ചുമ്മാ 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 കാശ് വരും, നോക്കിക്കോ. അണ്ണനെ കുറിച്ച് ഓർത്തു. എന്താ മോളെ, അവൻ ഇങ്ങ് വരില്ലേ? ഭഗവാനോട് പ്രാർത്ഥിക്കേ, എല്ലാം ശരിയാവും മോളെ. അല്ലാതെ എന്ത് ചെയ്യാനാ? ആരാ നീ? എവിടെ കൊണ്ടുപോകുന്നു? ഞാൻ കടത്തിക്കൊണ്ട് പോവല്ലേ, പേടിക്കണ്ട. ഇങ്ങോട്ട് കൊണ്ടുവന്ന് എന്തിനാ? നിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ തന്നെ പറയാൻ ഞാൻ. ഇന്ന് രാഖി ഫെസ്റ്റിവൽ. നിന്റെ ചേട്ടനകത്ത്, നീ പുറത്ത്. നീ ചേട്ടനെ ഓർത്ത് കരയുമെന്ന് എനിക്കറിയാം. അതാ ഞാൻ വന്നേ. നിനക്ക് ചേട്ടനെ കാണാൻ വേണ്ടി മുകളിൽ നിന്ന് ഞാൻ പെർമിഷൻ എടുത്തിട്ടുണ്ട്. അന്ന് നീ പറഞ്ഞില്ലേ നിനക്കും ഫാമിലി ഇല്ലെന്ന്, അതിന്റെ വാല്യൂ അറിയില്ലെന്ന്. സത്യമായും എനിക്ക് ഫാമിലി ഇല്ല. ഞാനൊരു അനാഥന. എന്റെ അച്ഛനും അമ്മയും എവിടെയാണെന്ന് പോലും അറിയില്ല. അതുകൊണ്ട് എനിക്ക് ഫാമിലി വാല്യൂസിനെ കുറിച്ച് ഏറെ അറിയാം. ഇതാ നിന്റെ രാഖി. പോയി നിന്റെ ചേട്ടനെ കേട്ട് വാ. ഇവൻ നിന്റെ ആരാ? ഇവന്റെ കൂടെ നീ എന്തിനു വന്നു? നിനക്കറിയില്ലേ ഇവൻ എന്റെ ശത്രുവാ. കാഴുവേറി മോനെ, ഞാനിവിടെ നിന്ന് ഇറങ്ങിക്കോട്ടാ നായേ. വെറുതെ കൊരക്കല്ലേ. നിന്റെ പെങ്ങള് വല്ലതും പറയാനുണ്ടെ പറഞ്ഞോ. അപ്പോഴേക്ക് സിനിമ സ്റ്റൈല്. നീ വല്ല സംസാരിക്കാൻ നോക്ക്. കണ്ണുകൊണ്ടുകൂടാ നിനക്ക്. പോലീസാണോ ഇരിക്കുന്നത്? നേരെ നോക്കി നടക്കാം നായേ. ഹലോ, ഞാൻ മനോജ സംസാരിക്കുന്ന ജയിലിൽ നിന്ന്. എന്ത് പറ്റിയടാ? എന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാൻ എന്റെ പെങ്ങളുടെ കൂടെ ഇപ്പൊ ജയിലിൽ വന്നിട്ടുണ്ട്. പോകുന്ന വഴിക്ക് അവനെ തട്ടാനുള്ള ഏർപ്പാടുകൾ ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് തോന്നിയാ ഇതേ നമ്പറിൽ ഫോൺ ചെയ്യാൻ പറയണം. ഇറ്റ്സ് ഓക്കെ. അതെ, നോക്ക്, ഞാൻ പറയുന്ന പോലെ അനുസരിച്ചോളണം. സമാധാനമല്ലോ. നിന്റെ ചേട്ടനെ കണ്ടു, സംസാരിക്കാൻ പറ്റി. ഞാൻ ചെയ്ത എത്ര നല്ല കാര്യമല്ലേ? ചോദിക്ക. എന്റെ അണ്ണനെ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലാക്കിയ അവന്റെ ആൾക്കാർ വന്ന് റിവെഞ്ച് ചെയ്യില്ലേ? പിന്നെ ചെയ്യില്ലേ? ഞാൻ ചെയ്യും. ആരാണെങ്കിലും ചെയ്തു പോയില്ലേ? കത്തിയെടുക്കും, കുത്തിമലത്തും. എന്റെ അടുത്ത് ഒരു പണിയും നടക്കില്ല. ഞാൻ ജെയിംസ് ബോണ്ടിന്റെ ടൈപ്പാ. മുന്നീന്ന് വരുന്ന അറ്റാക്ക് ആണെങ്കിൽ ഓക്കെ. എപ്പോഴെങ്കിലും ഒരിക്കൽ 10 പേരെ അറ്റാക്ക് ചെയ്തിട്ടുണ്ടോ? 10
ചേച്ചേ അത്രയും പേരെയൊക്കെ എങ്ങനെയാ? മാക്സിമം ഒരു 2 or 3. യോ മരൊക്കെ ആരാ? മാഡം വെക്കോ. ഓക്കേ ബി കെയർഫുൾ ആ. അല്ല സമീറേ, ഞാൻ ചെയ്തതിന് പ്രതിവാരം ചെയ്യണോ? ഏയ്, ഞാൻ നിനക്ക് ഗിറ്റാർ വാങ്ങി തന്നല്ലേ? അസലൊരു ഗുണ്ടയാ ഞാനും. 10ന് 100 വെച്ച് തരുവേ. എന്നെ ഇതുപോലെ ഇടിക്കാനുള്ള ധൈര്യം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഓരോരുത്തരായിട്ട് വന്ന് ട്രൈ ചെയ്ത് നോക്കണം. പോരെ, ഇത് എത്ര നേരമായിട്ട് ഇങ്ങനെ അടി മേടിച്ചു കൂട്ടുന്നു? മതി, ദയവ് ചെയ്ത് നിങ്ങൾ എന്നെ ജോണി ബായ് എടുത്തു കൊണ്ടുപോ. നമുക്കൊരു അണ്ടർസ്റ്റാൻഡിംഗ് പോവാം പ്ലീസ്. തല്ല് കൂടുന്നത് നല്ലതല്ല. ഇറ്റ്സ് ഓക്കെ, നമുക്ക് പിന്നീട് സംസാരിക്കാം. ഞാൻ അങ്ങോട്ട് വിളിക്കാം. ഇതെവിടുന്ന് കിട്ടി? എന്ത് പറ്റിയടാ? ഹലോ സർ, ഐ എം ചോട്ടു. ഹായ്, ദിസ് ഇസ് ജോണി. എവിടുന്ന് കൊണ്ടടാ അടി? ഇവന്റെ കയ്യിൽ. നീയാ? അതെ സർ, ഞാനാ. നിനക്കൊന്നും പറ്റിയില്ലല്ലോ? ഇല്ല സർ. താങ്ക് ഗോഡ്. എനിക്ക് കുറച്ച് സംസാരിക്കണം. ഇരിക്കേ. നീ എന്ത് ചെയ്യുന്നു? മലയാളത്തിൽ എന്താ പറയുന്നതെന്ന് അറിയില്ല. ഇംഗ്ലീഷില് ബോണ്ടി ഹണ്ടർ ആണ്. ഹണ്ടിങ്ങോ? അതായത് പോലീസിലുള്ള ചെറിയൊരു പണിയാ സാർ. മിസ്സായ പ്രതികളെയൊക്കെ പിടിച്ചു കൊടുക്കും. പോലീസ് 2000 or 3000 ഒക്കെ വെച്ച് തരും. ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ് പോസ്റ്റ്. യാ, വെൻ ഡിഡ് പോലീസ് സ്റ്റാർട്ടഡ് ദിസ് പോസ്റ്റ്? ഇല്ല സാർ, ഇത് ഞാൻ തന്നെ തുടങ്ങിയതാ. സൂപ്പർമാൻ. ഐ ലൈക്ക് ദിസ് ഐഡിയ. താങ്ക് യു സാർ. മനോജിനെ അറസ്റ്റ് ചെയ്തതിലുള്ള ദേഷ്യം കാരണം കുറെ പേരെന്നെ കൊല്ലാൻ വന്നു സാർ. എനിക്ക് ആരുമില്ല സാർ. ആരും ഇല്ലാത്തവരെ ഇങ്ങനെയൊക്കെ ഉപദ്രവിക്കാവോ സാറേ? എനിക്ക് മനോജുമായിട്ട് ഒരു പ്രോബ്ലം ഇല്ല. പ്ലീസ് അണ്ടർസ്റ്റാൻഡ് മൈ പ്രൊഫഷൻ. ദയവ് ഇതിനെ ടാർഗറ്റ് ചെയ്യരുത് സാർ. നിന്റെ അപ്രോച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടു, നിന്റെ പ്രസന്റേഷൻ. ഓക്കെ, നീ ധൈര്യമായിട്ട് വെക്കും. സത്യമാണല്ലോ? യാ, താങ്ക് യു സാർ. ഓക്കെ. അതെ, നിന്റെ പേരെന്താ? ചോട്ടു സാർ. ചോട്ടു. ആ ചോട്ടു, നിന്റെ അടുത്ത് വരുന്ന കേസിൽ ചിലപ്പോൾ നമ്മുടെ പിള്ളേരും ഉണ്ടാവും. വേറൊന്നും ചെയ്യരുത്. പറ്റില്ല ബോസ്. എനിക്ക് തരുന്ന സിറോക്സിൽ നിങ്ങളുടെ ഫോട്ടോ ഉണ്ടെങ്കിൽ പോലും ഞാൻ പൊക്കും. ഇപ്പൊ വരെ നീ പറഞ്ഞതൊക്കെ ഓക്കെ, ബട്ട് ഐ ഡിഡ്ന്റ് ലൈക്ക് ദിസ്. തീർക്കടാ ഈ പണി. ലൈഫിൽ ഫസ്റ്റ് ടൈം ഗൺ കാണുവാണേ, ടെൻഷൻ ഉണ്ടാക്കല്ലേ. ആരെ ആദ്യം തട്ടുമെന്നറിയില്ല. ഇവനെ ഞാനിന്ന് കൊണ്ടുപോവാ ബോസ്. ഇവന്റെ പേര് രവി, സൺ ഓഫ് പ്രകാശ് രാജ്. മർഡർ കേസ്, റേപ്പ് കേസ് എല്ലാം ധാരാളം ഉണ്ട്. എനിക്കിവനെ വേണം. ഞാൻ ജീവിച്ചിരുന്ന നിങ്ങളും ജീവിച്ചിരിക്കും. താങ്ക് യു, താങ്ക് യു. അവനെന്തിനു പോകാൻ അനുവദിച്ചത്? സഡൻ ആയിട്ട് കണ്ടപ്പോ ഒരു ഹീറോ ഗഡ്സ് എന്നൊക്കെ പറഞ്ഞ ഇങ്ങനെ വേണം ബ്രഹ്മാജി. നിന്റെയൊക്കെ പിന്നാലെ ചെയ്യുന്ന പറഞ്ഞ് നടക്കണ്ടേ എപ്പോഴും? ഇവൻ കലക്കും. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ വിചാരിച്ചിരുന്ന എന്നെ മനസ്സിലാക്കാൻ നിനക്ക് പറ്റുന്ന, പക്ഷെ നീ എന്താ എങ്ങനെ ബ്രഹ്മാജി? നോക്ക്, ഐ എം നോട്ട് എ ഫൂൾ ടു ലീവ് ഹിം. രവിയുടെ കേസ് മനഃപൂർവ്വ അവനിപ്പോ ജയിലിനകത്തുമായി. അവനെ ഞാൻ പഠിക്കാൻ വേണ്ടി വിട്ടതാ. അവൻ അവിടെ ഉണ്ടാവേണ്ടത് നമ്മുടെ ആവശ്യ. ഗോട്ട് ഇറ്റ്? അവളെ കൊണ്ടുവരുന്നത് അവളെ കുഴപ്പക്കാരിയല്ല സാർ. അവള് നല്ലതാണെന്ന് പറയാൻ തനിക്ക് എങ്ങനെ കഴിയും? അവളുടെ പേര് ഞങ്ങളുടെ സ്റ്റേഷനിൽ കേസുണ്ട്. ഞാനൊന്നും ചെയ്തിട്ടില്ല. ആ പാവം ഗിറ്റാർ ടീച്ചറാണ് സാർ.
നീ എന്ത് ചെയ്യുന്നടാ? കൊപ്ര കച്ചവടമാണ് സാർ. ആ കൊപ്ര മുഴുവൻ ഒരുത്തിനെടുത്ത് കത്തിച്ചാൽ നിനക്ക് സങ്കടം വരുമോ ഇല്ലയോ? വരും സാർ. നിനക്ക് കൊപ്ര തിരിച്ചു കിട്ടണം. നീ കേസിന് പോവോ ഇല്ലയോ? പോവും സാർ. ഓ, അത് നിന്റെ മുതലായതുകൊണ്ട് നീ എന്റെ അടുത്ത് തന്നെ വരും. എന്നിട്ട് പറയും, സാറേ സാറേ പാവാണ് സാറേ, എന്റെ കൊപ്ര ആരോ കത്തിച്ചു, ശരിയല്ലേ? അയ്യോ, എടീ, നീ പൈസ കൊടുത്ത് ആളെ വിട്ട് മർഡർ ചെയ്യാൻ പ്ലാൻ ചെയ്തോളല്ലേടി? ഏയ് അല്ല സർ. എടി കള്ളി കള്ളി കള്ളി, ഇതെന്താടി? ആർ യു സാഡിസ്റ്റ്? നോ സർ. പിന്നെ എന്തിനാണ് നീ അവനെ കൊല്ലാൻ ശ്രമിച്ചത്? സർ, ഈ കേസ് കൊടുത്ത ആരാ സർ? ഞാനാ കൊടുത്തേ. നീ എന്നെ ചതിച്ചു കൊല്ലാൻ നോക്കി, ഗുണ്ടകളെ വിട്ടെന്നെ ഭീഷണിപ്പെടുത്തി. ഏയ് അല്ല, അതെന്റെ പ്ലാൻ അല്ല. പിന്നെ ആരുടെ പ്ലാനാ? ഏയ്, നിങ്ങളുടെ പേരെന്താ? വീരയ്യൻ. നീ വന്നേ. നിങ്ങളുടെ മുമ്പിൽ വെച്ചല്ലേ ഞാൻ അവളെ കൊണ്ടുപോയെ? രാഖി ആഘോഷം എന്ന് കരുതി ഇവരെ തമ്മി കാണിച്ചു. അതിനിടയിൽ അവള് മർഡർ പ്ലാൻ ചെയ്തു. ഞങ്ങളുടെയൊക്കെ അങ്ങനെയൊന്നും ചെയ്യില്ല. എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? നിങ്ങളുടെയൊക്കെ ജയിലിൽ കൊണ്ടുപോയി സ്ലേറ്റ് പിടിപ്പിച്ച് ഫോട്ടോ എടുത്തു. അത് കഴിഞ്ഞ് അവളെ തൂക്കിക്കൊല്ലും. എന്നെ അങ്ങനെയൊന്നും ചെയ്യരുത് സർ. ചെയ്യാൻ തന്നെയാണ് വന്നിരിക്കുന്നത്. എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഇവനുമായി പറ്റുമെങ്കിൽ സംസാരിച്ച് അണ്ടർസ്റ്റാൻഡിംഗ് ആയി നിലക്കൊള്ളാം. ഇപ്പൊ പറഞ്ഞു ചേർത്താൽ നിന്നെ വെറുതെ വിടാം. വേണമെങ്കിൽ അവിടെ പോയി സംസാരിച്ചോളൂ. പൊയ്ക്കോളൂ പൊയ്ക്കോളൂ, പോ. വാ, വണ്ടി എടുത്തോ. ഓ, അങ്ങോട്ട്. പറ, എന്താ ഞാൻ ചെയ്യേണ്ടത്? എന്നെ ഗിറ്റാർ പഠിപ്പിക്കോ? നിന്റെ പഠിക്കാൻ പറ്റുന്ന വയസ്സല്ല, പൊട്ടിച്ചു കളയുന്ന വയസ്സാ. സാർ, കോംപ്രമൈസ്. ശരി ശരി, ഞാൻ പഠിപ്പിക്കാം. ഡെയിലി നീ എന്നെ ഫോൺ ചെയ്ത് ക്ലാസ്സിലേക്ക് വിളിക്കണം. ദിസ് ഈസ് ടു മച്ച്. ബട്ട് അങ്ങനെ തന്നെ. I love you. എന്റെ ടൈം ശരിയല്ല. താനും നീയും എന്നെ ലവ് ചെയ്യുന്നു. ഇല്ല. പിന്നെന്താ അങ്ങനെ പറഞ്ഞേ? എങ്ങനെ? ബി കെയർഫുൾ. ബി കെയർഫുൾ. അന്നേ ലവ് എന്ന രോഗം നിന്റെ ഉള്ളിലും സ്റ്റാർട്ടായി പോയല്ലേ? ഇല്ല. ഉണ്ട്. ഇല്ല. സാർ, ഉണ്ട്, ഉണ്ട്. ഈ മൊബൈൽ പിടി. എന്റെ മൊബൈലിൽ നിന്ന് നിന്റെ നമ്പർ ഡയൽ ചെയ്യ്. എന്നിട്ട് നീ സേവ് ചെയ്യ്. നിന്റെ സെല്ലിൽ എന്റെ പേര് ഡാർലിംഗ് എന്ന് ഫീഡ് ചെയ്യ്. എന്റെ സെല്ലിൽ നിന്റെ പേര് ഹണി എന്ന് ഫീഡ് ചെയ്യ്. നോക്കാതെടി ചെയ്യേ.